രാജ്യത്തെ ഉന്നത ടെക്നിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ IIT-കൾ, NIT-കൾ, IIIT-കൾ, മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ എഴുതേണ്ട എൻട്രൻസ് പരീക്ഷയുടെ പേരാണ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ JEE. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന ഈ പരീക്ഷ 2 സെഷനുകളിലായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആദ്യത്തെ സെഷൻ ഒക്ടോബർ മാസത്തിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറ്. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഫെബ്രുവരി 11, 12 തീയതികളിലൊക്കെയാണ്. രണ്ടാമത്തെ സെഷന് ജനുവരിയിലാണ് നോട്ടിഫിക്കേഷൻ വരാറ്. അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഏപ്രിൽ 16, 17 തുടങ്ങിയ ഡേറ്റുകളിലാണ്. 2 പേപ്പറുണ്ട്, മെയിൻ 1, മെയിൻ 2A, 2B. മെയിൻ 1 എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. 2A എന്ന് പറയുന്നത് BArch കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. 2B എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് പ്ലാനിംഗ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ആ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2B. ഇന്ത്യയിലെ ഉന്നത ടെക്നിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമായ IIT-കളിൽ പ്രവേശനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന 2.5 ലക്ഷം ആളുകളുടെ കൂട്ടത്തിൽ, കുട്ടികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. എങ്കിൽ മാത്രമേ അവർക്ക് മാത്രമേ അഡ്വാൻസ് ലെവൽ എക്സാം എഴുതാനുള്ള അവസരമുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് റിസൾട്ട് ഫെബ്രുവരി 11 അനൗൺസ് ചെയ്തത് ഈ പ്രാവശ്യം. ആ റിസൾട്ടിനകത്ത് 14 കുട്ടികൾക്ക്, മെയിൻ 1ൻ്റെ റിസൾട്ടാണ് അനൗൺസ് ചെയ്തത്. അതിൽ 14 കുട്ടികൾക്ക് 100% മാർക്കാണ്, 100-ൽ 100 മുഴുവൻ മാർക്കും. അതിൽ ഗുജറാത്തിൽ നിന്ന് കുട്ടികളുണ്ട്, കർണാടകയിൽ നിന്നുണ്ട്, ആന്ധ്രയിൽ നിന്നുണ്ട്, തെലങ്കാനയിൽ നിന്നുണ്ട്, ഡൽഹിയിൽ നിന്നുണ്ട്, രാജസ്ഥാനിൽ നിന്ന് 4 കുട്ടികളുണ്ട്. അതിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഓം പ്രകാശ് ബെഹ്റ എന്ന് പറഞ്ഞൊരു കുട്ടിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. ആ കുട്ടി പറഞ്ഞത്, എനിക്ക് മൊബൈൽ ഫോണില്ല, ഞാൻ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാറില്ല, എനിക്ക് സോഷ്യൽ മീഡിയകളിലൊന്നും അക്കൗണ്ട് ഇല്ല. ഈ മിടുക്കനായ വിദ്യാർത്ഥി ഓം പ്രകാശ് ബെഹ്റ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡും ഒരു നല്ല ലക്ഷ്യവുമുണ്ട് എങ്കിൽ ഒന്നും നമുക്ക് തടസ്സമായിട്ട് വരില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ 100-ൽ 100 നമുക്ക് മനസ്സിലാക്കി തരുന്ന മെസ്സേജ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണും വരെ നമസ്കാരം.